പക്ഷെ സംഭവമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ബിസിനസ് ഒക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ലാസ്റ്റ് പറഞ്ഞു ബിസിനസ് തുടങ്ങണമെങ്കിൽ 35,200 രൂപ വേണം. ഈ ബലൂണില് ഒരു സൂചിയായിട്ട് കുത്തിയ എങ്ങനെ ഉണ്ടാവും? ഹലോ, എന്റെ മൊത്തം പോയി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എവിടുന്ന് അറേഞ്ച് ചെയ്യാനാണ്? 500 രൂപ ചോദിച്ചാൽ ഞാൻ അരമണിക്കൂർ ക്ലാസ് ആയിരുന്നു. 35,200 ഞാൻ ചോദിച്ചാൽ പിന്നെ എന്നെ വീട്ടിൽ നിന്നേ പുറത്തേക്ക് വിടൂല. അപ്പൊ ഞാൻ എന്റെ ജേർണി പറയാൻ കാരണം നിങ്ങളായിട്ട് ഇതൊന്ന് സാമ്യപ്പെടുത്താൻ വേണ്ടിയാണ്. കാരണം നിങ്ങൾ വിചാരിക്കും വലിയ കോടീശ്വരൻ കോട്ടൊക്കെ കാണുമ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്നും ഇത് വിചാരിക്കാണ്ട്, ഇത് വെരി സിമ്പിൾ ആണ്. ഈ ബിസിനസ് ആർക്കും ചെയ്ത് വിജയിക്കാൻ കഴിയും. ഞാൻ ഈ ബിസിനസ് കേട്ട സമയത്ത് എനിക്ക് ഭയങ്കര ആകാംക്ഷ തോന്നി ബിസിനസിന്റെ. ഞാൻ വീട്ടിൽ വന്നിട്ട് ഉമ്മനോട് പറഞ്ഞു, ഉമ്മ, കാരണം സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. ഉമ്മനോട് ഞാൻ വന്നിട്ട് പറഞ്ഞു, ഉമ്മ, നമ്മൾ രക്ഷപ്പെട്ടു. ഞാൻ വീട്ടിൽ വന്ന് ഈ പ്ലാൻ കേട്ട് വന്നിട്ട് ആദ്യം പറഞ്ഞ ഡയലോഗാണ്, ഉമ്മ, നമ്മൾ രക്ഷപ്പെട്ടു. ഉമ്മ, നിങ്ങൾ പ്രാർത്ഥിച്ചതിന്റെ എഫക്റ്റ് ആണോ ഉപ്പന്റെ പ്രാർത്ഥനയാണോ ഒന്നും എനിക്ക് അറിയില്ല. തായ്ലാന്റ്, മലേഷ്യ, ഹലോ, ചൈന, ഇതൊക്കെ പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു, എന്റെ കുട്ടി പോയിട്ട് ഒന്ന് കിടന്നുറങ്ങിയാൽ എല്ലാം ശരിയാവും. ഹലോ, ഒരു പ്രശ്നവും എന്റെ കുട്ടിക്കില്ല, ഒന്ന് പോയി കിടന്നുറങ്ങിയാൽ എല്ലാതും ശരിയാവും. കാരണം നിന്റെ അമ്മാവന്മാർ ഇതിനേക്കാൾ വലിയ സാധനമായിട്ട് ഇവിടെ വീട്ടിൽ വന്നതാണ്. ഇതുപോലത്തെ സാധനങ്ങളും എന്റെ കുട്ടി തുടങ്ങേണ്ടത്. അപ്പൊ ഞാൻ ഇത് കേട്ടത് അവസരം ഞാൻ ഒരിക്കലും, കാരണം ഇത് എനിക്ക് അവര് സമ്മതിക്കൂല എന്ന് ഉറപ്പിച്ചു. ഞാൻ അന്ന് കിടന്നുറങ്ങി. പിറ്റത്തെ ദിവസം രാവിലെ എന്റെ വീട്ടിൽ വന്ന് എന്റെ ലീഡേഴ്സ്, അന്ന് എന്റെ സ്പോൺസറും അവരെല്ലാരും കൂടി എന്റെ വീട്ടിൽ വന്നു കണ്ടു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് ഈ സംരംഭത്തിലൂടെ ടോട്ടൽ 0 സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ഗ്രാൻഡ് ഫാദർ ആണ് ബിസിനസ് തുടങ്ങാനുള്ള 37,200 രൂപ ക്യാഷ് തരുന്നത്. ഇന്ന് ഗ്രാൻഡ് ഫാദർ ജീവിച്ചിരിക്കുന്നില്ല. അന്ന് എന്റെ ഗ്രാൻഡ് ഫാദർ എനിക്ക് തന്ന 37,200 രൂപ. ഇന്ന് ആ ഒരു ക്യാഷ് എന്റെ കൈ തന്നു. എന്നോട് പറഞ്ഞു, ക്യാഷ് കൊണ്ടുപോകുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, 3 മാസം കൊണ്ട് ആ പണം തിരിച്ചു തരണം. ഹലോ, എന്റെ പൊന്നു, ആദ്യമായിട്ടൊരു സംരംഭം തുടങ്ങാണ്. ഫസ്റ്റ് ടൈം ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പണം ബിസിനസ്സിന് ഐഡിയ അടിച്ചു. പിന്നെ എനിക്ക് ആകെ ടെൻഷൻ ആവാൻ തുടങ്ങി. എന്റെ ജീവിതത്തിൽ ഒരു മുട്ടുസൂചി വരെ വിറ്റ് പരിചയമില്ല, ഒന്നും ചെയ്ത് പരിചയമില്ല. ഞാൻ ബിസിനസ് തുടങ്ങി, എന്റെ കൺട്രോൾ മൊത്തം പോയി. അതായത് കൺട്രോൾ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3,100 രൂപയുടെ പ്രൊഡക്റ്റ്. ഞാനിത് എന്ത് ചെയ്ത എന്റെ മനസ്സിൽ മൊത്തം ഞാനാകെ കുടുങ്ങി. ഞാൻ ഇനിയിപ്പോ ആർക്കാ പറയാ, ആരോടാ പറയാ? പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? എന്റെ പ്രായമാണെങ്കിൽ 20. അപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ആകെ ലോക്കായി വിചാരിച്ചു. പക്ഷെ ഞാൻ ആദ്യം എന്റെ ഗ്രാൻഡ് ഫാദറിനെ പ്രൊഡക്റ്റ് കൊടുത്തു. ഗ്രാൻഡ് ഫാദർ ഒരു റിയൽ എസ്റ്റേറ്റ് ഒക്കെ ചെയ്ത ഒരു നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഗ്രാൻഡ് ഫാദർ ആ പ്രൊഡക്റ്റ് മൊത്തം റീറ്റെയിൽ ചെയ്തു. ഗ്രാൻഡ് ഫാദറിന് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് ചെറിയ ബെനിഫിറ്റ് കിട്ടി. ഗ്രാൻഡ് ഫാദർ മൊത്തം പ്രൊഡക്റ്റ്. ഞാൻ കോളേജിൽ പോയി വരുമ്പോൾ ആരെങ്കിലും ഒക്കെ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടാവും. കാരണം റിയൽ എസ്റ്റേറ്റിന്റെ ആൾക്കാരെ അറിയാലോ. റിയൽ എസ്റ്റേറ്റിന്റെ ആൾക്കാർ ഒരു കാറിൽ വരുന്നു, ഒരു ഇന്നോവ കാറിലൊക്കെ വന്നു കഴിഞ്ഞാൽ, ഒരു 4-5 ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഡയബറ്റിക് ഉണ്ടാവും. ഗ്രാൻഡ് ഫാദർ ആർക്കെങ്കിലും ചായന് മധുരം വേണ്ടോന്ന് വെച്ചാൽ മധുരം വേണ്ടെന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ഫാദർ പ്രൊഡക്റ്റ് കൊടുത്തിട്ടേ പിന്നെ അവിടെ നിന്ന് വിടുള്ളൂ. അങ്ങനെ റീറ്റെയിൽ വില തുടങ്ങി. മൊത്തം പ്രൊഡക്റ്റ് വിറ്റു. ഇറക്കിയ പൈസ മൊത്തം എന്റെ കയ്യിലായി. എന്റെ ജേർണി ഞാൻ പറഞ്ഞത്. എനിക്കിത് ഭയങ്കര കോൺഫിഡൻസ് ആയി. കാരണം ഇറക്കിയ പണം എന്റെ കയ്യിലോട്ട് കിട്ടി. പിന്നെ ഇതിൽ നഷ്ടപ്പെടാൻ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ബിസിനസ് വളരെ സീരിയസ് ആയിട്ട് ചെയ്യാൻ തയ്യാറായി. 5 വർഷം വളരെ പാഷനേറ്റ് ആയിട്ട് ചെയ്തു. വളരെ പാഷനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് ആകെ ഭ്രാന്തായി. കാരണം 500 രൂപ ആലോചിച്ച് തുടങ്ങിയ സംരംഭം വാങ്ങിച്ച ആൾക്കാർ വീണ്ടും വീട്ടിൽ വന്ന് പ്രൊഡക്റ്റ് വാങ്ങണം. ഒരാൾ പ്രൊഡക്റ്റ് കൊണ്ടുപോയാൽ അവരോട് ചോദിച്ചിട്ട് വേറെ ആരെങ്കിലും വാങ്ങും. ഇങ്ങനെ പ്രൊഡക്റ്റിന്റെ ഒരു റീറ്റെയിലിംഗ് ഭയങ്കരമായിട്ട് ആദ്യം നടന്നു. അപ്പൊ ഇത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. ഇതിവിടെ സാധ്യത ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത സംരംഭത്തിലൂടെ കഴിഞ്ഞ 5 years കൊണ്ട് 1,40,00,000 rupees, 1,40,40,00,000 രൂപ ബ്രേക്ക് ചെയ്തു ഈ ബിസിനസ്സിലൂടെ. ഇനി